നെല്ലിയാമ്പതിയും മലക്കപ്പാറയും മറയൂരും ഇനി ആസ്വദിക്കാം KSRTC ബസ്സിൽ. പാലക്കാട് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ് മണ്ണാർക്കാട്. അതിപുരാതന പരിണാമ ചരിത്രവും ആവാസ വ്യവസ്ഥയുമുള്ള നിത്യഹരിത വനങ്ങൾ ഇവിടെ നിന്ന് 66 കിലോമീറ്റർ അകലെയാണ്. പാലക്കാട് ജില്ലാ ആസ്ഥാനത്തിൽ നിന്നും 38 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറിയാണ് ഇതിൻ്റെ ആസ്ഥാനം. ഇപ്പോഴിതാ വിനോദസഞ്ചാരികൾക്ക് പുതിയ അവസരം ഒരുക്കുന്ന KSRTC ബജറ്റ് ടൂറിസം സെല്ലിൻ്റെ ഭാഗമായി മണ്ണാർക്കാട് ഡിപ്പോയിൽ നിന്നും സർവീസുകൾ തുടങ്ങുന്നുണ്ട്. ഡിസംബറിലെ ശനി ഞായർ ദിവസങ്ങളിലാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള സർവീസുകൾ നടത്തുക. നെല്ലിയാമ്പതി, ആലപ്പുഴ, മലക്കപ്പാറ, മറയൂർ എന്നിവിടങ്ങളിലേക്ക് ചുരുങ്ങിയ ചിലവിലുള്ള യാത്രയ്ക്കാണ് ഇതോടെ അവസരമൊരുങ്ങുന്നത്. കാടും മലയും പുഴകളും കായലുമെല്ലാം ഈ യാത്രയിൽ ആസ്വദിക്കാം. 1-2 ദിവസങ്ങളിൽ ഒതുങ്ങുന്ന യാത്രകളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായുള്ള ടൂർ ഡയറി പുറത്തിറക്കി. ഡിസംബർ 1, 8, 14, 22, 28 തുടങ്ങിയ ദിവസങ്ങളിലാണ് ഇവിടെ നിന്നും യാത്രകൾ ഉണ്ടാകുക. 1, 8 തീയതികളിൽ നെല്ലിയാമ്പതിയിലേക്കാണ് യാത്ര. രാവിലെ 6-ന് ഡിപ്പോയിൽ നിന്ന് പുറപ്പെടും. സീതാർകുണ്ട്, കേശവൻപാറ, വരട്ടുമല, പോത്തുണ്ടി ഡാം എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് രാത്രി 8-ന് മണ്ണാർക്കാട്ട് തിരിച്ചെത്തും. ഒരാൾക്ക് 590 രൂപയാണ് വരുന്നത്. 14-നാണ് ആലപ്പുഴ യാത്ര. വേഗ ഹൗസ് ബോട്ട് സവാരി ഉൾപ്പെടെ ആസ്വദിക്കാം. 1040 രൂപയാണ് വരുന്നത്. പുലർച്ചെ 4-ന് ബസ് പുറപ്പെടും. രാത്രി 10-ന് തിരിച്ചെത്തും. 22-ാം തീയതിയാണ് മലക്കപ്പാറ യാത്ര. ആതിരപ്പള്ളി, വാഴച്ചാൽ, ഷോളയാർ ഡാം എന്നിവിടങ്ങൾ സന്ദർശിക്കാം. 970 രൂപയാണ് ഈടാക്കുന്നത്. പുലർച്ചെ 5-ന് പുറപ്പെടും. രാത്രി 10-ന് തിരിച്ചെത്തും. മറയൂരിലേക്ക് 2 ദിവസത്തെ യാത്രയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 28-ന് രാത്രി 10-ന് പുറപ്പെട്ട് 29-ന് രാത്രി മടങ്ങിയെത്തും. 1880 രൂപയാണ് വേണ്ടത്. ജീപ്പ് സഫാരിയും ഉച്ചഭക്ഷണവും ഇതിൽ ഉൾപ്പെടുമെന്ന് ടൂറിസം സെൽ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടതില്ല. 40 സീറ്റുള്ള ഓർഡിനറി ബസ്സും 50 സീറ്റുകളുള്ള ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളുമാണ് ഉപയോഗിക്കുന്നത്. ജെല്ലിപ്പാറ, മൂലഗംഗയിലേക്കുള്ള ഓർഡിനറി സർവീസ് ഞായറാഴ്ച റദ്ദാക്കിയാണ് നെല്ലിയാമ്പതിയിലേക്ക് പോകാൻ ഉപയോഗിക്കുന്നത്. മറ്റ് ഡിപ്പോകളിൽ നിന്ന് ഫാസ്റ്റ് പാസഞ്ചർ ബസ് ലഭ്യമായില്ലെങ്കിൽ ഡിപ്പോയിലെ വരുമാനം കുറഞ്ഞ ഞായറാഴ്ചകളിലെ മറ്റ് ഫാസ്റ്റ് പാസഞ്ചർ സർവീസ് റദ്ദാക്കി ദീർഘദൂര വിനോദയാത്ര നടത്തുമെന്നും അധികൃതർ പറഞ്ഞു. ശിരുവാണി, ഊട്ടിയടക്കം കൂടുതൽ പാക്കേജുകൾ തുടങ്ങാനും പദ്ധതിയിട്ടിട്ടുണ്ട്.